ഒടുവിൽ ആറന്മുളയിൽ വിമാനത്താവളത്തിന് അന്തിമ അനുമതിയായി. ഇനി പണി തീർത്ത് കൈമാറിയാൽ മാത്രം മതി. എപ്പോൾ വിമാനം ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മാത്രം മതി. ആദ്യ അനുമതി VS അച്യുതാനന്ദൻ സർക്കാരാണ് നൽകിയതെങ്കിലും അന്തിമ അനുമതി വാങ്ങിക്കൊടുക്കാനുള്ള ഭാഗ്യം ഉമ്മൻചാണ്ടിക്ക് സിദ്ധിച്ചു. ഉമ്മൻചാണ്ടിയും KGS കമ്പനിക്കാരും സംഗതി അങ്ങ് ആഘോഷിച്ചു. ഇന്നലെ ലഭിച്ച അന്തിമ അപ്രൂവലോടുകൂടി നമുക്ക് ഈ പദ്ധതിക്ക് വേണ്ട എല്ലാ അനുമതികളുമായി പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. ഇതിനിടയിൽ കൂടി എവിടെയാണ് ഈശ്വര നിശ്ചയെങ്കിൽ 2015 ഡിസംബറിൽ ശബരിമല സീസണോട് അനുബന്ധിച്ച് ആദ്യത്തെ വിമാന സർവീസ് ആരംഭിക്കണമെന്നത്രേ കരുതുന്നത്. ഇതിനിടയിൽ കൂടി എവിടെയാണ് ഈ പദ്ധതി ഏകദേശം 2000 കോടി രൂപയുടെ ചെലവ് വരുന്ന പദ്ധതിയാണ്. 500 ഏക്കർ സ്ഥലത്താണ് ആദ്യത്തെ പ്രോജക്റ്റ് വരുന്നത്. ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇതിനിടയിൽ കൂടി എവിടെയാണ് ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവി കൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെകിട്ട് തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. ഇതിനിടയിൽ കൂടി എവിടെയാണ് സർക്കാർ ഇത് നമ്മളുടെ ഒരു പ്രത്യേകതയാണെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കൊച്ചിക്ക് വന്നതറിയാം. സാറിനൊക്കെ ഇതിനോ ബെറ്റർ തന്നെ കൊച്ചിയിലൊക്കെ ആദ്യം ഇപ്പൊ കൊച്ചിയുടെ ആ എയർപോർട്ട് വന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തില് എന്തെങ്കിലുമൊക്കെ ആകാനായത്. ഇതിനിടയിൽ കൂടി എവിടെയാണ് ഇത് ഇനിഷ്യലി എല്ലാവർക്കും ഇവിടെ നമുക്കൊരു ഒരു ബേസിക് എടുത്തെന്ന് പറഞ്ഞാൽ എവരിബഡി എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. ഇതിനിടയിൽ കൂടി എവിടെയാണ് എനിക്ക് അറിയാൻ വയ്യാത്തതിനെ പറ്റി ആയിരിക്കും ഞാൻ കൂടുതൽ അഭിപ്രായം പറയും. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ആറന്മുളക്കാർ ഇങ്ങനെ അറിയാൻ വയ്യാത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് KGS കമ്പനിക്ക് തീരെ പിടിക്കാത്തത്. ഉമ്മൻചാണ്ടി ഇമാതിരി സൗഭാഗ്യങ്ങൾ നാട്ടുകാർക്ക് നേടിക്കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ എതിർപ്പുമായി എത്തും. VM സുധീറിനോട് തന്നെ ചോദിക്കൂ, ആറന്മുള വിമാനത്താവളം വന്നാൽ നാട് രക്ഷപ്പെടില്ലേ സാർ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അങ്ങനെ തീരുമാനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? നിങ്ങൾ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയത് എന്തിനാണ്? ഈ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം കളക്ടർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില തീവ്രവാദികൾ നടക്കുന്നുണ്ട് ബോംബ് വെക്കാൻ, വിമാനത്താവളത്തെ അട്ടിമറിക്കാൻ. കാരണം ഒരു പ്രദേശത്തെ ജനത വളരെ ശക്തമായി എതിർക്കുന്നൊരു വിഷയം തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്താതെ ഈ വിമാനത്താവളത്തിന്റെ പണി തീരാൻ എത്ര കാലം പിടിക്കും ശാരദാടത്തി? എത്ര കാലം പിടിച്ചാൽ എന്താടി? നമ്മുടെ നാട്ടിലൊരു വിമാനത്താവളം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതന്നെ ഒരു മഹാഭാഗ്യമല്ലേ? കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ. അല്ല, എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന്. ആണോ? നല്ല കണിയന്മാര് ജാതകം എഴുതിയാ പിഴക്കില്ല. ഈ വിമാനത്താവള കമ്പനിക്കാർ തന്നെ തട്ടിക്കൂട്ടിയ ഒരു പരിസ്ഥിതി പഠനമുണ്ട്, മധുര ബേസ്ഡ് ആയിട്ടൊരു ഏജൻസി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വികസന പ്രശ്നങ്ങൾ വിവാദമാകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇതാണോ വികസനം? ബസിന്റെ കാറിന്റെ 10 സ്പീഡാത്ര വിമാനത്തിന് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കാശ്മീർ ഒന്ന് പോണോന്ന് വിചാരിക്കാം. കേറിയിരുന്ന അരമണിക്കൂർ. അതിന് നമ്മളെന്തിനാ കാശ്മീരിൽ പോണേ? അങ്ങനെ വിചാരിക്കാനാ ഞാൻ പറഞ്ഞു. ജനങ്ങളുടെ ഹിതമറിഞ്ഞ് സുതാര്യമായി വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുക, ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. ഒരു പ്രദേശത്തെ ജനതയുടെ വികാരം മനസ്സിലാക്കാതെ ഏതെങ്കിലും തീരുമാനം അടിച്ചേൽപ്പിച്ചാൽ അത് വികസനമാകുമോ? നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട്, 1 മിനിറ്റ് ഇങ്ങോട്ട്. ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. തെറ്റായ സമീപനമാണ്. തെറ്റായ വികസനത്തിന്റെ ഒരു യഥാർത്ഥമായ രൂപമാണ് ഈ തരത്തിലുള്ള നടപടി എന്ന കാര്യത്തിൽ യാതൊരു സംശയം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെറുതായൊന്ന് മനസ്സ് ചാഞ്ചാടിയിരുന്നെങ്കിലും VS അച്യുതാനന്ദൻ ഇപ്പോൾ സമ്പൂർണമായും വിമാനത്താവളത്തിന് എതിരാണത്രേ. കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും കുത്തുവാളയടിപ്പിക്കാൻ വേണ്ടി ചാണ്ടിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റൊരു പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നേരം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത,
ഒരു ദിവസം 3 ദിനേശ് പീടി പോലും തികച്ചു വലിക്കാൻ കഴിവില്ലാത്ത ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും ഈ ഗവൺമെന്റ് എടുക്കുന്ന ആ നടപടിയേക്കാൾ മുമ്പേ ഈ ഗവൺമെന്റ് ഒരു പോക്ക് പോകും എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ടോ? അതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും അത് കേരളത്തിലെ ആലപ്പുഴയിലെ നിരവധി ഏക്കർ ഭൂമി നിലമാണ്. നല്ല ഒന്നാം തരം നിലം, ജനങ്ങൾക്ക് ആഹരിക്കുവാനുള്ള അരി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്, കൃഷി നിലങ്ങളാണ് അവിടെ എല്ലാം. അത് നികത്താൻ പോവുകയാണ്. അത് ആരുടെ വായിൽ മണ്ണടിക്കാനുള്ളതാണ്? പലവർക്കും സംശയമുണ്ടോ? ഇവിടെ വിമാനത്താവളത്തിന് വല്ല കുറവുണ്ടോ? തിരുവനന്തപുരം, കൊച്ചി, പിന്നെ കണ്ണൂര്, ഇതിനിടയിൽ കൂടി എവിടെയാണ് ഒരു വിമാനത്താവളം? വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്, വിമാനത്താവളം സിന്ദാബാദ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത വനം പരിസ്ഥിതി വകുപ്പ് കൊടുത്ത അംഗീകാരമാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിലും ഇതിനിടയിൽ കൂടി വിമാനത്താവളം വന്നാൽ രമേശ് ചെന്നിത്തല എന്തു ചെയ്യും? ചെന്നിത്തല കൈ സ്ഥിരമായി മലർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ നടപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതങ്ങ് കാണിക്കും. വിമാനത്താവളത്തിന്റെ കാര്യത്തിലും തഥൈവ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ക്രിക്കറ്റ് കളി. സച്ചിന് കിട്ടിയ പോലെ ആദരവ് ലോകത്തിൽ ഇന്നോളം ഒരു കളിക്കാരനും കിട്ടിയിട്ടില്ല. നന്നായിട്ടൊരു തുപ്പി പാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും കിട്ടും. ഒരച്ച്